പുല്ലൂർ ഗ്രാമീണം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജാഥ ക്യാപ്റ്റൻ ഫൈസൽ എരണിക്കലിനെ പതാക കൈമാറിക്കൊണ്ട് കൺവീനർ VP സൈദലവി ഹാജി ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. വിദൂരമല്ല ഉറപ്പാണ്, പാറ്റൻ ടാങ്കും റോക്കറ്റും അലറിച്ചീറ നേരത്തും പിറന്ന മണ്ണിൽ ജീവിക്കാനായി സ്വാതന്ത്ര്യത്തിൽ വാഴാനായി പോരാടുന്ന പലസ്തീൻ മക്കളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. മുസ്ലിം വിശ്വാസത്തിന്റെ അഭയാർത്ഥത്തിന്റെ ഭാരമായി കണ്ണീരിന്റെ കിടാവ് പൂത്ത ഫലസ്തീൻ രാജ്യത്തിന്റെ സമാധാനത്തിന് ഫലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യം, പുല്ലൂരിന്റെ ഐക്യദാർഢ്യം, ചോദക്കൊടിയൻ നെതന്യാഹു ചോര കുടിച്ച് മതിയായില്ലേ, കാലം സാക്ഷി ചരിത്രം സാക്ഷി, ഇല്ല മാപ്പ് നിനക്കൊരു കാലവും. പൊതുസമ്മേളനം തിരൂർ നിയോജക മണ്ഡലം MLA കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ സ്ലോഗൻ ഉയർത്തിപ്പിടിച്ച് പുല്ലൂരിൻ്റെ ഐക്യദാർഢ്യം. പുല്ലൂർ മാത്രമല്ല, ലോകമാസകലം മനുഷ്യത്വമുള്ളവർ എല്ലാവരും, മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകൾ ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. ഗസയെ, ഫലസ്തീനെ അനുകൂലിച്ചിട്ടില്ലാത്ത രാജ്യങ്ങൾ പോലും, ഇസ്രായേലിനെ കൈകൊടുത്ത് ഇരിപ്പിടം അനുവദിച്ചവർ പോലും, ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങൾ ഗസക്ക് ഒപ്പം നിൽക്കാൻ, ഫലസ്തീന് ഒപ്പം നിൽക്കാൻ തയ്യാറായി വന്ന ഒരു കാലഘട്ടത്തിലാണ് നാമുള്ളത്. പല രാജ്യങ്ങളും പഴയകാല നയങ്ങൾ മാറ്റി ഈ ക്രൂരമായ ഈ നരഹത്യക്കെതിരായി ശബ്ദിക്കാൻ, പ്രതികരിക്കാൻ വന്നു തുടങ്ങി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള. പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. MM ഷെബീർ, P. ഹനീഫ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തിരൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. ഇസ്മായിൽ,
തലക്കാട് പഞ്ചായത്ത് മെമ്പർ CP വേലായുധൻ, ടി ബീരാൻകുട്ടി, നന്ദകുമാർ ടി, കോട്ടയിൽ ഇബ്രാഹിം ഹാജി, EP ഉമർ ഹാജി എന്നിവർ സംബന്ധിച്ചു. VP ഇസ്മായിൽ, V ഫൈസൽ ബാബു, M രവി നായർ, CP വിശാലം, ജാബിർ പുല്ലൂർ, മാരിയത്ത് തുടങ്ങിയവർ ബഹുജന ജാഥയ്ക്ക് നേതൃത്വം നൽകി.